കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർക്കെതിരെ സമരക്കോട്ട കെട്ടുകയാണ് SFI. അതിരൂക്ഷമായ സമര വേലിയേറ്റം തന്നെയാണ്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിന് പുറത്ത് പോലീസിന്റെ ബാരിക്കേഡിന് മുന്നിൽ SFI ഉയർത്തുന്നത്. പല ലെയറുകളായാണ് പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ അവിടേക്ക് കടന്നു വരുന്നത്. പരമാവധി പോലീസിനെ വിന്യസിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തെ അതിജീവിക്കുന്നുണ്ട് പോലീസ്. അതിനിടയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ സെമിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി ക്യാമ്പസിനുള്ളിലേക്ക് കടന്നത്. സനാതന ധർമ്മപീഠവും ഭാരതീയ വിചാര കേന്ദ്രവും സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ ഭാഗമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്, സെമിനാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതിനിടയിലും വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് വിദ്യാർത്ഥികൾ. ഏറെപ്പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അപ്പോഴും അവസാനിക്കാതെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം തുടരുന്നുണ്ട്. കൂടുതൽ പേർ എത്തുന്നുണ്ട്. അറസ്റ്റ് വരിക്കാൻ പോലും സന്നദ്ധരായി ഈ പ്രതിഷേധ വേദിയിലേക്ക്. ഷഹീദ് കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഷഹീദ്, അവസാനിക്കാത്ത പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്ത് നിന്ന്, അല്ലേ? ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ അവിടെ ഹാളിൽ നടക്കുന്നു. പുറത്ത് അതിരൂക്ഷമായ പ്രതിഷേധമാണ് SFI നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാരിക്കേഡ് കെട്ടി പോലീസ് അത് തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനപ്പുറത്ത് നൂറുകണക്കിന് SFI പ്രവർത്തകർ പ്രതിഷേധ മുദ്രാവാക്യവുമായി നിലയുറപ്പിച്ചിരിക്കുന്നു. ഇത് അതിനപ്പുറമാണ്. നേരത്തെ നമ്മൾ പലപ്പോഴായി കണ്ടതാണ്. പ്രതിഷേധ ബാരിക്കേഡിന് ഇരുവശവുമുള്ള മതിൽക്കെട്ട് മറികടന്ന് ചാടിക്കടന്ന് നൂറുകണക്കിന് SFI പ്രവർത്തകർ റോട്ടിലേക്ക് ഇറങ്ങി പ്രതിഷേധം ഈ സെമിനാർ ഹാളിൽ നടക്കുന്ന പ്രധാന വീതിയിലേക്ക് ചാടിക്കയറാനുള്ള ശ്രമം നടത്തി. അത് വളരെ പണിപ്പെട്ടാണ് പോലീസ് അവരെ നേരിട്ടത്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ഇവിടെ നിന്ന് നീക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ ബാരിക്കേഡിനപ്പുറത്തു നിന്ന് വലിയ മുദ്രാവാക്യം വിളിക്കുന്നത്. ചാൻസലർക്കെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യമാണ് മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. ചാൻസലർ കേരളം വിട്ട് പോകണം. ഈ പല രീതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ തകർക്കാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് SFI ഉള്ളിടത്തോളം കാലം ഇത് അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന SFI പ്രവർത്തകരെയാണ്. വലിയ പ്രതിഷേധമാണ് SFIയുടെ ഭാഗത്തു നിന്നുള്ളത്. ഷഹീദ്, എന്താണ് അതിന്റെ വിവരങ്ങൾ? ആ ദൃശ്യങ്ങൾ വിവരിക്കുന്നത് എന്താണ്? SFIയുടെ പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? കുട്ടികൾ ക്യാമ്പസ് കെട്ടിടത്തിന്റെ മുകളിൽ കയറി മുദ്രാവാക്യം വിളിക്കുകയാണോ? തീർച്ചയായും മധു, വലിയ ബാരിക്കേഡുകൾ, ബാനറുകൾ ഉയർത്തിയിരിക്കുന്നു. മിസ്റ്റർ ചാൻസലർ, ദിസ് ഈസ് കേരള എന്ന് പറഞ്ഞുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള ബാനറുകളുണ്ട്. അതിന് പുറത്ത് ബാരിക്കേഡ്, തൊട്ടുമുമ്പിലായി ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നു. പോലീസ് വലയമുണ്ട്. ആ ബാരിക്കേഡിന് മുകളിലാണ് ഇപ്പോൾ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കയറി നിന്നുകൊണ്ട് ചാൻസലർക്കെതിരെ ചാൻസലർ ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം, കേരളം വിടണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ അഴിമതി തകർക്കുന്നത്. അതായത് ഗവർണറുടെ നേതൃത്വത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ ഹാളിൽ പുരോഗമിക്കുമ്പോഴാണ് പുറത്ത് അതിതീക്ഷ്ണമായ പ്രതിഷേധത്തിന് കോഴിക്കോട് സർവകലാശാല ഇപ്പോൾ വേദിയായിരിക്കുന്നു. അടുത്ത കാലത്തൊന്നും കോഴിക്കോട് സർവകലാശാല കാണാത്ത രീതിയിൽ SFIയുടെ നേതൃത്വത്തിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. പ്രതിഷേധക്കാർ ഈ പ്രതിഷേധ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ചാടി റോഡിലേക്ക് കയറി ചാൻസലർ താമസിക്കുന്ന ഈ ഗസ്റ്റ് ഹൗസിന് സമീപത്തേക്ക് പോകാനുള്ള നീക്കം പോലീസ് ഈ പ്രതിഷേധക്കാർ SFI പ്രവർത്തകർ നടത്തിയിരുന്നു. ഇതിനെ പോലീസ് വലിയ ബലപ്രയോഗം നടത്തിയാണ് നേരിട്ടത്. പലരെയും ലാത്തിചാർജ് ചെയ്തു. കായികമായി ബലപ്രയോഗത്തിലൂടെ നേരിട്ടാണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റി ഇവിടെ നിന്നും നീക്കിയത്. ബാക്കിയുള്ള പ്രവർത്തകരാണ് ഇപ്പോൾ കറുത്ത ബലൂണുകളുമായാണ് പ്രവർത്തകർ എത്തിയത്. ഇപ്പോൾ ആ ബലൂണുകൾ വാനിലേക്ക് പറത്തിയിരിക്കുകയാണ് പ്രതിഷേധ സൂചകമായി. ഇപ്പോഴും റോഡിന്റെ ഇരുവശത്തുമുള്ള മതിൽക്കെട്ടുകൾക്കപ്പുറത്ത് SFIയുടെ പ്രവർത്തകരുണ്ട്. അവരെ കാത്ത് പോലീസും ഇപ്പോഴുണ്ട്. ഏത് നിമിഷവും ഈ മതിൽ ചാടിക്കടന്ന് SFI പ്രവർത്തകർ ഇങ്ങോട്ട് ഈ റോഡിലേക്ക് ചാടുമെന്ന ഒരു കണക്കുകൂട്ടലുകളാണുള്ളത് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ നിരീക്ഷിച്ച് പോലീസ് ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് വലിയ പ്രതിഷേധവും മുദ്രാവാക്യവും പാട്ടുമൊക്കെയായി അടുത്ത കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള പ്രതിഷേധം SFI കോഴിക്കോട് സർവകലാശാലയിൽ ഉയർത്തിയിരിക്കുന്നത്. ഗവർണറെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അട്ടിമറിക്കാൻ വേണ്ടി ഈ ഉള്ള സംഘപരിവാറിന്റെ അജണ്ടയാണ് ഇപ്പോൾ ഗവർണർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 500-800 പോലീസുകാരെ നിരത്തി നിർത്തിയാൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടയിലൂടെ ഗവർണറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിയും. അല്ലെങ്കിലും വിദ്യാർത്ഥി സമരം എന്ന് പറയുന്ന ഒന്ന് ഗവർണറെ പോലെ ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാളെ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ വഴികളിൽ നിന്ന് തടയാൻ പര്യാപ്തമൊന്നും ആവുകയില്ല. പക്ഷെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു നീക്കുമെന്നാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓരോ ലെയറായി വിദ്യാർത്ഥികൾ അറസ്റ്റ് വരിക്കാൻ തയ്യാറായി തന്നെയല്ലേ കടന്നു വരുന്നത്.
തീർച്ചയായും SFIയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഭിമാന പ്രശ്നമാണ്. കാരണം SFIയുടെ പ്രതിഷേധത്തെ SFIയെ നിരന്തരമായി ഗുണ്ടകൾ എന്ന് വിളിച്ച്, മുഖ്യമന്ത്രി പറഞ്ഞയച്ച ഗുണ്ടകൾ എന്ന് വിളിച്ച് ഗവർണർ ആ രീതിയിലാണ് അഭിസംബോധന ചെയ്യുന്നത്. SFI എങ്ങനെ പ്രതിഷേധിച്ചാലും എങ്ങനെ തടയുമെന്ന് പറഞ്ഞാലും താൻ ഇവിടെ ഒരു പ്രതിഷേധവും കൂട്ടാതെ താൻ ഈ കേരളത്തിലൂടെ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള വെല്ലുവിളി ഉയർത്തുന്നു. ഒപ്പം തന്നെയാണ് അല്പസമയം മുമ്പ് ഗവർണർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. താൻ കുറച്ചു സമയം മുമ്പ് ഉച്ചയ്ക്ക് കോഴിക്കോട് മിഠായി തെരുവിലുണ്ടായിരുന്നു. എനിക്ക് അവിടെയൊന്നും ഒരു പ്രതിഷേധവും കാണാൻ കഴിഞ്ഞില്ല. എവിടെയാണ് പ്രതിഷേധക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വെല്ലുവിളിക്കുന്നത്. അതായത് തനിക്ക് ഒരു പ്രതിഷേധവും തന്റെ നേർക്കില്ല, ജനങ്ങൾ തന്നെ സ്വീകരിക്കുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ്, ആ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുന്നത് എന്നത് ഗവർണർക്ക് അറിയാഞ്ഞാണോ? സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടുന്ന വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരുമാണ് ചാൻസലർ എന്ന പദവിയിലിരിക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നത്. അതെങ്ങനെയാണ് മിഠായി തെരുവിൽ ഉണ്ടാവുക? അത് ഗവർണർക്ക് അറിയാത്തതാണോ അതോ എന്തുമെന്ന് പറഞ്ഞ എന്നാണോ? തീർച്ചയായും ഗവർണർ ഈ അത്യസാധാരണമായ നീക്കങ്ങളാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഈ അടുത്ത കാലത്തായി, നേരത്തെയും ഉണ്ടായി, ഈ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും SFI ഈ പ്രതിഷേധം ഉയർത്തിയത് ഏറ്റവും പ്രധാനമായി SFI മുന്നോട്ട് വെച്ചിരിക്കുന്നത് സർവകലാശാല സെനറ്റുകളിലേക്ക് സംഘപരിവാർ അനുകൂലികളായ ആളുകളെ, ഗവർണർക്ക് തോന്നിയ ആളുകളെ കയറ്റിയിരുത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശ്രമമല്ല, അത്തരം ആളുകളെ സെനറ്റിലേക്ക് ഗവർണർ നിശ്ചയിച്ച പാനലിൽ നിന്നാണ് നിയമിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഏതറ്റം വരെയും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് SFI പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സൂചിപ്പിച്ചതുപോലെ ഈ SM സ്ട്രീറ്റിലെ ഈ പ്രതിഷേധം ഇല്ലാത്ത, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ സ്വീകരിച്ചത് ചൂണ്ടിക്കാണിച്ചാണ് എവിടെ പ്രതിഷേധം എന്ന് ഗവർണർ ചോദിക്കുന്നത്. അപ്പോഴാണ് SFI ഇതാ വരൂ, ഇവിടെയാണ് ക്യാമ്പസുകൾ, ഇവിടെയാണ്, ക്യാമ്പസിലേക്ക് വന്നാൽ ഞങ്ങൾ പ്രതിഷേധം കാണിച്ചു തരാം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വലിയ പ്രതിഷേധം. അടുത്ത കാലത്ത് ക്യാമ്പസ് കണ്ട ഏറ്റവും വലിയ പ്രതിഷേധ സമരങ്ങൾ, ഏറ്റവും വലിയ പ്രതിരോധ സമരം തന്നെയാണ് SFI എന്തായാലും ഗവർണർക്കെതിരെ സംഘടിപ്പിക്കുന്നത്.